ഇപ്പൊ അമേരിക്കൻ ഡെമോക്രസി കടന്നു പോയിട്ടുള്ള ചില വഴികളുണ്ട്. അത് ലോകത്തിന് പലപ്പോഴും ഒരു പാഠവുമാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് എങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ സംരക്ഷിക്കാം, അതേസമയത്ത് അതെങ്ങനെ വലതുപക്ഷത്തേക്ക് നീങ്ങാം എന്നുള്ളതിന് സമീപകാലത്ത് നല്ലൊരു പാഠമാണ് അമേരിക്കൻ രാഷ്ട്രീയം നമുക്ക് നൽകുന്നത്. ഒരു അമേരിക്കക്ക് ഉണ്ടായിരുന്ന, അമേരിക്കൻ ജനാധിപത്യത്തിന് ഉണ്ടായിരുന്ന ഒരു അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിനുണ്ടായിരുന്ന ഒരു മേന്മ കുറേയൊക്കെ വ്യക്തിയുടെയും സിവിൽ സമൂഹത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഭരണകൂടം കാര്യമായി ഇടപെടാതിരിക്കുക എന്നുള്ള ഒരു സംഗതി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പൗരന്മാർക്ക് കുറേയൊക്കെ സ്വാതന്ത്ര്യം ലഭ്യമായിരുന്നു. ഈ 2001 സെപ്റ്റംബർ 11 സംഭവത്തിനുമൊക്കെ ശേഷം പേട്രിയോട്ട് ആക്ടും അതുപോലുള്ള ഇപ്പൊ പൊതുവിൽ പൗരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും ഭരണകൂടം ഇടപെടുന്ന രീതി അവിടെയും ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോ നമുക്ക് യൂറോപ്പിലൊക്കെ കാണുന്ന വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള റേസിസം ഒക്കെ ഏറ്റവും ശക്തമായിരുന്നു അമേരിക്കയിലും. പക്ഷേ അതിന് പല വിധത്തിലുള്ള ബ്ലാക്ക് മൂവ്മെന്റ്സിലൂടെ, വോട്ടിംഗ് റൈറ്റ്സ് മൂവ്മെന്റ്സിലൂടെ, സിവിൽ റൈറ്റ്സ് ക്യാമ്പയിനിലൂടെ ഒക്കെ കുറേയൊക്കെ അയവ് വന്നിട്ടുള്ള ഒരു ദേശവും കൂടിയായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.